എല്ലാവരും ഒരു കൈ തരൂ പ്ലീസ്. താങ്ക് യു സർ. സോ നമുക്ക് ആദ്യം ചെറിയൊരു സ്ലേറ്റ്, ഞാൻ എല്ലാവരും സംസാരിച്ചാൽ കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ആദ്യം ഒരു ചെറിയ സ്ലേറ്റ് പരിചയപ്പെടുത്തുവാണ്. ഓക്കെ, സോ ഈ സ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം 4 അറകളാണുള്ളത്. 1 2 3 4. അതിന് മുമ്പ് ഞാൻ പിറകിൽ ഒരു കാർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പോ ഈ 4 കാർഡിലായിട്ട് 4 കാർഡുകൾ, ഇത് എന്തൊക്കെ കാർഡുകളാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദിസ് എന്തൊക്കെ കാർഡാണെന്നൊന്ന് കാണിക്കാം എല്ലാവരും. ആ കാർഡ് താജ്മഹലാണ്. ഇത് പിരമിഡ്. മൂന്നാമത്തെ വാൾ ഓഫ് ചൈന. നാലാമത്തത് ഈഫിൽ ടവർ. സോ സാർ ചെയ്യുന്നത് ഇത് നമുക്ക് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡിൽ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അതിന് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കുക. അത് ഏത് കാർഡാണെന്ന് സാറും കണ്ട, ഓഡിയൻസും കണ്ട, ഞാൻ കാണാതെ ഒരു കാർഡ് എടുത്ത് എന്റെ കയ്യിൽ തരുക. ഓക്കെ, ഇതിൽ നിന്ന് ഏത് അറിയിൽ ഞാൻ അത് വയ്ക്കണം? 1 2 3 4. 4. ഓക്കെ, 4ലേക്ക് വയ്ക്കുവാണ്. നെക്സ്റ്റ് വൺ ഏതിൽ വയ്ക്കണം? 2 2. നെക്സ്റ്റ് വൺ 1. That is 3. സോ 4 കാർഡുകൾക്ക് നമ്മൾ ഷഫിൾ ചെയ്ത് 4 അവകളിലാക്കി വെച്ചേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വേറൊരു കാർഡ് ഉണ്ടെന്ന്. ഈ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഈ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് തിരിച്ചിലേക്ക് വന്നിട്ട് സാർ ചെയ്ത് ഇപ്പം അത്ര ഇഷ്ടപ്പെട്ട ഒരു നമ്പർ സെലക്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ കാർഡ് ജസ്റ്റ് ഏതാണ് ആ കാർഡെന്ന് നോക്കുക. ഓക്കെ അല്ലോ? സോ ഞാൻ പറഞ്ഞു ഇവിടെ ആദ്യമേ ഞാനൊരു കാർഡ് നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. സോ ഇത് ഏതാണ് ആ കാർഡെന്ന് നമുക്ക് ജസ്റ്റ് 2 കാർഡ് ഒരുമിച്ച് ഓഡിയൻസ് കാണിച്ചല്ലോ. ഓൺ ദ കൗണ്ട് ഓഫ് 3. ഓക്കെ, റെഡി? 1 2 3. അടുത്തായിട്ട് ഞാൻ നിങ്ങളൊരു കേസ് പരിചയപ്പെട്ടു. നോക്കി, സോ കേസിനകത്ത് എന്താണുള്ളത് നമുക്ക് നോക്കാം. കേസിനകത്ത് വേറൊരു കേസാണുള്ളത്. കേസിനകത്തും ഒരു കാർഡാണുള്ളത്. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞില്ല, ജസ്റ്റ് കണ്ടോളൂ. ഒരു കാര്യം, നമുക്ക് എന്തായാലും ഒരു കേസ് ഉണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് തിരിച്ചു വയ്ക്കാം. Just look into the case. Ready? 1 2. So ഇതിനകത്തുള്ള കാർഡ് വാനിഷ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. വാനിഷ് ആയി. I think പ്രശ്നം വാനിഷ് ആയില്ല. ഓ, അത് അവന് നിങ്ങളെ മുമ്പിൽ വെച്ച് വാനിഷ് ആവുന്നതാണ് പറയുന്നത്. അതിനകത്ത് നിന്ന് ഒളിച്ചെന്ന് വാനിഷ് ആവണ്ട. ജസ്റ്റ് ഓക്കെ, just one more time. Okay, ready? 1 2 3. This is the card. ആ കാർഡ് എവിടെ പോയി? ആ കാർഡ് തിരിച്ച് ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് കാണാം. സോ അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇവിടെ ചെയ്യാൻ ഒരു ചെറിയ പേടിയുള്ള ഒരു ഐറ്റമാണ്. അത് ആരും കാണാതെ ചെറിയൊരു ഇല്ലീഗൽ പരിപാടിയൊക്കെയുള്ള എന്റെ കയ്യിൽ കുറച്ച് നോട്ട്സ് നിങ്ങൾ കാണാമല്ലോ. ഇത് ഇന്ത്യൻ നോട്ട്സ് അല്ല, ഇത് ഡോളർ ആണെങ്കിലും ഫേക്ക് ആണ്. എന്റെ കയ്യിൽ എത്ര നോട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 നോട്ട്സ് എന്റെ കയ്യിലുണ്ട്. സോ ആക്ച്വലി എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ചിലവൊക്കെയാണല്ലോ. അപ്പോ ചിലവായതുകൊണ്ട് തന്നെ പൈസ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോ ഞാൻ മെജീഷ്യനായിട്ട് ചെറിയൊരു ട്രിക്ക് കണ്ടുപിടിച്ചാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എണ്ണാം. 1 2 3 4 5 6. ഇപ്പൊ എന്റെ കയ്യിൽ $6 ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് 3 എണ്ണം മാറ്റി വയ്ക്കാം. ഓക്കെ, ready? 1 2
സോ ഇതിൽ നിന്ന് ഞാൻ $3 മാറ്റി. അപ്പൊ ഇനി ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട്? എന്നെ നോക്കാം. 1 2 3 4 5 ഇതുപോലെ എനിക്ക് എന്താ വേണോ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ 3 എണ്ണം മാറ്റുന്നു. ഇനി എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 ഒന്നുകൂടെ ചെയ്യണോ? അടുപ്പിക്കാമോ? ചെയ്യാം, പക്ഷെ ആരും കാണാതെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഡോളർ വെച്ചത്. ഒന്നുകൂടെ ചെയ്യണോ അതോ മതിയോ? ഒന്നുകൂടെ ചെയ്യണോ? 1 2 3 1 2 3 4 5 6 അടുത്തൊരു ചോദ്യോത്തര പരിപാടിയാണ്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, റെഡിയാണോ? സോ ഫസ്റ്റ് ചോദ്യം ഇതാണ്. എന്റെ കയ്യിൽ എത്ര റോപ്പ് ഉണ്ട്? 1. ഓക്കെ. സോ ഒരു റോപ്പില് എത്ര എൻഡുകളാണ് ഉള്ളത്? 2 എൻഡുകൾ. ഓക്കെ, ഫോക്കസ്. സോ എന്റെ കയ്യിലുള്ള ഈ റോപ്പിൽ നിങ്ങൾക്ക് എത്ര എൻഡുകൾ കാണാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഇത് എത്ര റോപ്പാണ്? അപ്പൊ എന്റെ കയ്യിലുള്ള ഈ റോപ്പിൽ നിങ്ങൾക്ക് എത്ര എൻഡുകൾ കാണാൻ പറ്റുന്നുണ്ട്? അപ്പൊ ഇത് എത്ര റോപ്പാണ്? 2. സോ ഇതാണ് എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ കയ്യിൽ എത്ര റോപ്പുണ്ട്? ഓക്കെ, സോ അടുത്ത ആരായിരിക്കും വരുന്നത്? അടുത്ത ആള് വരാം. പ്ലീസ്. എല്ലാവരും ഒരു കൈ ഓക്കെ. സോ ഞാനിവിടെ ഒരു ഷഫിൾഡ് ഡെക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഷഫിൾ ചെയ്യും. ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയും. ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യുവാണ്. 1 more time. ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയും. മൂന്ന് കാർഡുകൾ എടുക്കുക. അത് ഇപ്പോ ഞാൻ കാർഡുകൾ എടുക്കുന്നത് ഓഡിയൻസിന് ഇപ്പൊ കാണിക്കുമല്ല, ഞാനിപ്പോ കാണാൻ പാടില്ല. ജസ്റ്റ് 3 കാർഡുകൾ എടുക്കുക. 1 2 3. ഇനി ആ 3 കാർഡുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കുക, അതൊന്ന് മെമ്മറൈസ് ചെയ്യുക. ഇപ്പൊ ഓഡിയൻസിനെ കാണിക്കണ്ട, എന്നെയും കാണിക്കണ്ട. ജസ്റ്റ് ഒന്ന് നോക്കുക ഏതൊക്കെ കാർഡുകളാണ്, ഏതൊക്കെ നമ്പേഴ്സ് ആണ്, ഏതൊക്കെ സിമ്പിൾസ് ആണ്. നോക്കിയ ശേഷം ജസ്റ്റ് അത് ബാക്കിലേക്ക് വെക്കുക. ഓക്കെ, നോക്കിയോ? ഞാനത് ഏതൊക്കെ കാർഡാണെന്ന് ജസ്റ്റ് ആ കാർഡുകൾ മാത്രം മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ജസ്റ്റ് ലുക്ക് ഇൻടു മൈ ഐസ്. ഓക്കെ, അപ്പൊ ആ കാർഡുകളാണ് മനസ്സിലുള്ളത്. ഓക്കെ, ഞാൻ ആ കാർഡ് ഒന്ന് ഗസ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. 9 ഉണ്ടോ? 9 ഇല്ല. ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലൊന്ന് റിവൈൻഡ് ചെയ്യാവോ? 7 ഓഫ് ഹാർട്ട്സ് ഉണ്ടോ? 7 ഇല്ല. ജസ്റ്റ് അത് ഒന്നുകൂടെ നോക്കാവോ? ഓഡിയൻസിന് ഇപ്പൊ കാണിക്കുന്ന എന്നെ കാണിക്കണ്ട, ജസ്റ്റ് അത് ഒന്നുകൂടെ നോക്കാവോ? ആ 3 കാർഡുകൾ ഒന്നുകൂടെ നോക്കിയോ? ഓക്കെ, ജസ്റ്റ് അത് മസ്റ്റ് വെച്ചോളൂ. ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. 5 ഉണ്ടോ? 5 ഇല്ല. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പണി പാടി പോയെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, പക്ഷെ ലോട്ടറി അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ മെജീഷ്യൻസ് പല നിങ്ങൾ കണ്ടിട്ടാണോ? ചിലപ്പോൾ മെജീഷ്യന്റെ കയ്യിൽ നിന്നൊക്കെ പോവാറുണ്ട്. ഇത് നമുക്കറിയാം, ജസ്റ്റ് ഒരു സയൻസ് ആണ്, ഒരു ആർട്ടാണ്. അപ്പോ എപ്പോഴും നമുക്ക് വിജയകരമാണെന്ന് വരില്ല. അപ്പോ ഈ കാർഡ് മാജിക് ചെയ്യുന്നവരെ നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും. മിക്കവർക്കും ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പോ ഓഡിയൻസിന് അത് വിഷമാവും. അപ്പോ നമ്മളെ ഒരു മെജീഷ്യൻ, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഓഡിയൻസ് ആണ് എല്ലാം. അപ്പോ ഇപ്പോ എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു മെജീഷ്യൻസ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞ സംഭവമുണ്ട്.
ഈ ഇൻഷുറൻസ് പോളിസി പറയുന്നത് ഇപ്പോ കാർഡ് മാച്ചുകൾ ചെയ്യുമ്പോൾ ഇപ്പൊ എടുത്ത ഒരു കാർഡ് നമുക്ക് ഗസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. 500 വരെ നമുക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ വേണമെങ്കിൽ മാത്രം നിങ്ങൾ വേണമെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പോ ഇത് 3 കാർഡ് എടുത്തുകൊണ്ട് 1500 വരെ ഞാൻ കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോ എന്നിരുന്നാലും ഇതിനകത്ത് വേറെ കുറച്ച് റൂൾസ് ഉണ്ട്. സോ ഇതിനകത്ത് ഒരു കാർഡിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. സോ ഈ കാർഡ് എടുത്ത കാർഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടി വരത്തില്ല. ഇത് ഇല്ലല്ലോ അല്ലേ? ഇതുണ്ടോ? അപ്പോ 1500 500 കുറയ്ക്കേണ്ടി വരും. 1000 മാത്രം എനിക്ക് കൊടുത്താൽ മതി. പക്ഷെ ഇതിനകത്ത് വേറൊരു പേരും കൂടി ഉണ്ട്. ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഇതില്ലല്ലോ അല്ലേ? ഇതുണ്ടോ? അപ്പൊ എനിക്ക് വീണ്ടും 500 കുറഞ്ഞു. പക്ഷെ ഇതിനകത്ത് വേറൊരു കാർഡ് കൂടി ഉണ്ട്. ഇതുണ്ടോ? എനിക്കൊന്നും കൊടുക്കണ്ട. അടുത്ത ഇവിടെ ഉള്ള ബലം ഇത് ശക്തിയൊക്കെ ഉള്ള ഒരാൾ പ്ലീസ് കം ഓൺ ഗൈസ്. അതെന്നെ വരേണ്ടി വരും. നോട്ട് പാഡ് ഉണ്ട്. ഞാൻ പേപ്പർ ചെയ്തതാണ്. ഈ പേപ്പർ ഒന്ന് ടിയർ ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. ടിയർ ചെയ്യുക. ഇപ്പൊ ടിയർ ചെയ്യുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ടിയർ ചെയ്യാൻ എളുപ്പമായിരുന്നല്ലോ. ഒരു കുഴപ്പമില്ല. സോ ജസ്റ്റ് ഇതൊന്ന് കഴിക്കുക. ടിയർ ചെയ്ത് ജസ്റ്റ് മനസ്സിൽ പറയുക, എനിക്ക് ഈ പേപ്പർ തീരാൻ പറ്റില്ല. മനസ്സിൽ ജസ്റ്റ് കണ്ണടച്ച് ഒന്നുകൂടെ പറയാം. ഇനി ഉറപ്പി എന്ന് പറയാം, എനിക്ക് ഈ പേപ്പർ തീരാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. നേരത്തെ തീരെ പോലെ ജസ്റ്റ് ഒന്ന് പല വേറെ സൈഡ് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. ഏത് സൈഡ് പറ്റുന്നില്ല. ജസ്റ്റ് ഒന്നുകൂടെ കണ്ണടച്ചിട്ട് എനിക്ക് ആ പേപ്പർ കീറാൻ പറ്റും ഒന്ന് മനസ്സിലോട്ട് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഇതൊന്ന് കീറാൻ പറ്റും. പറ്റുന്നില്ല. ഒന്ന് ബുക്ക് വായിക്കുന്നിടത്ത് വരുന്നുണ്ട്. ബുക്ക് വായിക്കാറുണ്ട്. ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണിത്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ജോസഫ് മർഫിയുടെ ബുക്കാണ്. ജസ്റ്റ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചെറിയ മാജിക് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഞാൻ ഈ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്റ്റഫ് ചെയ്യും. ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് പോട്ടെ. ഓക്കെ, ഏതെങ്കിലും ഒരു പേജ് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് പോട്ടെ. ഇത് മതിയോ? അതൊന്നും മാറ്റണോ? ഇത് ഈ പേജ് നമ്പർ ഒന്ന് നോക്കുക. ആ പേജ് നമ്പർ, ആ പേജ് തുടങ്ങുന്ന പാരഗ്രാഫിന്റെ ഫസ്റ്റ് വേർഡ്, പേജ് നമ്പറും നോക്കി ആ പാരഗ്രാഫ് തുടങ്ങുന്ന ഫസ്റ്റ് വേർഡും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കുക്കിങ്ങനെ തുറക്കണ്ട. ഇപ്പൊ ഒരു നമ്പറും ഒരു വേർഡ് ആണ് നിൽക്കട്ടെ. ആ നമ്പർ ഒന്ന് മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് എങ്ങനെ നോക്കാം. ജസ്റ്റ് ലുക്കിംഗ് മാർക്സ്. ആ നമ്പർ മാത്രം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ആ നമ്പർ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ്. 1 അല്ലേ? 1 തുടങ്ങും. 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. അപ്പൊ പേജ് അതിനകത്ത് കൊടുത്തു. ഒന്നുകൂടെ 130 ആണ് പേജ്. 130 ആണ് പേജ്. ഇനി ഒരു വേർഡ് മനസ്സിലുണ്ടല്ലേ? ആ
ആ വേർഡ് ഒന്ന് മനസ്സിലൊന്ന് അറിയിക്കുക. ചെറുക്കനെ വിളിക്കുക രാജേഷ് വരാൻ ആരാണല്ലോ എയിലാണല്ലേ ആ വേർഡ് തുടങ്ങുന്നത്? എയിലാണ് തുടങ്ങുന്നത്. അവയർനെസ് ആണ്. അതിന് മുമ്പായിട്ട് ഈ വരുന്ന ആള് അവയർനെസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ആർക്കെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കാവോ? ഇൻസ്റ്റാഗ്രാം എടുക്കാവോ? എല്ലാവരും ഫോണിലൊന്ന് ഇൻസ്റ്റാഗ്രാമില് രാജേന്ദ്രൻ നായർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തതാണ്. ഒരു അക്കൗണ്ട് ഉണ്ട്. എടുക്കാവോ? രാജേന്ദ്രൻ നായർ, RAJENDREN, രാജേന്ദ്രൻ നായർ. ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ. എന്താണ് ആ സ്റ്റോറി? രാജേന്ദ്രൻ .നായർ ഇന്ന് രാവിലെ ഒരു സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ സ്റ്റോറി? ഈ സ്റ്റോറി ഒന്ന് വായിക്കാമോ? സ്റ്റോറി കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഇന്ന് രാവിലെ 7:52 ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. On today's program at Monarch, the person will say the word awareness. രാവിലെ പോസ്റ്റ് ചെയ്തതാണ്. ജസ്റ്റ് ആ പേജ് നമ്പർ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കാവോ? ആ പേജ് നമ്പർ എടുത്ത ആ വേർഡ് ഒന്ന് എല്ലാവരും കാണിക്കാവോ? പേജ് നമ്പർ ആ പേജ് നമ്പർ എല്ലാവരും ഒന്ന് കാണിക്കാവോ? പേജ് അതിനകത്തില്ല. ആ പേജ് അതിനകത്തില്ല. അപ്പൊ പേജ് എവിടെ പോയി? ഞാൻ ഈ മാജിക് തുടങ്ങിയപ്പോഴേ ഇവിടെ ഫ്രണ്ടിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്താണ് അതിനകത്തുള്ളത്? പേജ് നമ്പർ 130. കാർഡ് സെലക്ട് ചെയ്യാമോ? അത് വെച്ചോളൂ. സാർ സെലക്ട് സാർ എനിക്ക് തന്നതാണ്. ഇത് വെച്ചോളൂ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുവാണ്. ഞാൻ ഇത് മിക്ക സ്ഥലത്തും ട്രൈ ചെയ്യാറില്ല. ഓക്കെ, കണ്ടായിരുന്നോ? ബാക്കില് കാണാൻ പറ്റില്ല. ഓക്കെ, ഒന്നുകൂടെ. ഈ കാർഡ് ഒന്ന് കൈ തന്നു വാങ്ങിച്ചോ? അടുത്ത മാച്ചില് നമ്മള് അടുത്ത മാച്ചിൽ എന്റെ ആരായിരിക്കും വരുന്നത്? എല്ലാവരും ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഓക്കെ, ഞാനിവിടെ ഒരു സ്ലേറ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഈ സ്ലേറ്റില് 6 കളറുകളുണ്ട്.
അതിൽ 3 ഞാൻ മറച്ചു വെച്ചിരിക്കാം. നമുക്ക് നോക്കാം. 1 2 3 4 5 6. മാം ചെയ്തിപ്പം അർത്ഥം ഞാൻ പറയുന്ന കുറച്ച് നടിയോ നടനോ പൂവിന്റെ പേരുകൾ ഞാൻ പറയാം. അപ്പോൾ ജസ്റ്റ് ഇഷ്ടമുള്ള ഒരു പേര് മനസ്സിൽ വിചാരിച്ച് എനിക്കത് പറഞ്ഞു തരാം. സോ നമുക്ക് ആദ്യം ഒരു നടി നോക്കാമല്ലോ. ഇഷ്ടമുള്ള ഒരു നടിയുടെ പേര് മനസ്സിൽ വിചാരിക്കാം. ജസ്റ്റ് മനസ്സിൽ വിചാരിക്കും ഇഷ്ടമുള്ള നടിയുടെ പേര് വിചാരിച്ചു. ഞാൻ അതൊന്ന് ഗസ് ചെയ്യാൻ നോക്കാം. എനിക്ക് അത് കിട്ടിയാണെന്ന് തോന്നുന്നു. ഞാനത് ഇവിടെ എഴുതാൻ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പേരിലൂടെ എഴുതി ഞാൻ പേരിലൊന്ന് മറച്ചു വെക്കണം. ഇനി അത് ഓഡിയൻസ് കാണാനായിട്ട് ആ പേരൊന്ന് പറയാമോ? ഏത് പേരാണ് പറഞ്ഞത്? പാർവതി. അത് ഇവിടെ എഴുതുവാണ്. പാർവതി. അടുത്തതായിട്ട് നമുക്കൊരു പൂവിന്റെ പേര് നോക്കാം. ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് മനസ്സിൽ വിചാരിച്ചു. അത് മാത്രമാണ് മനസ്സിൽ. ആയിക്കോട്ടെ, ഞാനിവിടെ എഴുതുവാണ്. അത് ഞാൻ ഇവിടെ മറക്കുകയാണ്. ഇനി ആ പൂവിന്റെ പേരൊന്ന് പറയാമോ? ജസ്റ്റ് ഓഡിഷൻ കാണുന്നത്. റോസ്. റോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തായിട്ട് എൻ്റെ കയ്യിൽ ഒരു കവറുണ്ട്. ഈ കവറിനകത്ത് കുറച്ച് ഷഫിൾഡ് ഡെക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷഫിൾഡായിട്ട് കിടക്കുന്ന. ഞാൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് എടുക്കുക. കണ്ണടച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് എടുക്കുക. ഞാൻ കാണില്ല. ഓഡിയൻസ് ഇഷ്ടപ്പെട്ട ഒരു കാർഡ് എടുക്കുക. അതിന്റെ ഓഡിയൻസ് കാണാതെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. ഏതെങ്കിലും ഒരു കാർഡ് ഇഷ്ടമുള്ള ഒരു കാർഡ് ഒരെണ്ണം. ജസ്റ്റ് ആ കാർഡ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി അത് മറച്ചു വെച്ചോ. ഇനി ആ കാർഡ് മാത്രം മനസ്സിലൊന്ന് വിചാരിക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആയിക്കോട്ടെ, ഞാൻ അതിവിടെ എഴുതാൻ ട്രൈ ചെയ്യണം. ഇല്ല, എനിക്കത് തെറ്റിയെന്നാണ് തോന്നുന്നില്ല. ഒന്നുകൂടെ. ആയിക്കോട്ടെ, ഞാൻ അതിവിടെ എഴുതാം. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമോ? ആ കാർഡ് ഒന്നുകൂടെ നോക്കാം. കാർഡ് ഒന്നുകൂടെ നോക്കാം. നോക്കിയോ? ഒന്നുകൂടെ ആ കാർഡ് മാത്രം മനസ്സിലാക്കാം. കാർഡ് മാത്രം മനസ്സിൽ, വേറെ ഒന്നും മനസ്സിലാക്കാനല്ല. ആ കാർഡ് മാത്രം മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ കാർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ആ കാർഡ് ഒന്ന് ഓഡിയൻസിനെ കാണിക്കാം. 6 of clubs. ഞാൻ അത് ഓഡിയൻസ് കാണാൻ വേണ്ടി ഇവിടെ എഴുതാം. അപ്പൊ നമ്മള് മനസ്സിൽ വിചാരിച്ച പേരുകളും അത് വായിച്ച എഴുതിയ പേരുകളും ഓഡിയൻസ് കാണാൻ വേണ്ടി എഴുതിയ പേരുകളും ഇവിടെ ഉണ്ട്. അത് ഇനി അതൊക്കെ ശരിയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം മനസ്സിൽ വിചാരിച്ച നടിയുടെ പേര് പാർവതി. രണ്ടാമത് വിചാരിച്ച പൂവിന്റെ പേര് റോസ്. മൂന്നാമതെടുത്ത കാർഡ്
ഇതോടുകൂടി നമ്മള് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയ മാജിക് കൂടെ കാണിച്ചിട്ട് നമ്മൾ സോ ഇത്ര ഞാൻ എൻകറേജ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്, വളരെയധികം നന്ദി. എന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും അപ്പയ്ക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു മാജിക്കിലൂടെ ഫൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിന് ആരാണ് വരുന്നത്? ലാസ്റ്റ് ആണ്, ലാസ്റ്റ് മാജിക് ആണ്. ആര് ഇത് പിടിച്ചോ, പിടിച്ചോ. ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പൗച്ച് ഗാന്ധി മന്ത്ര എന്ന് പറഞ്ഞൊരു കവർ, നമുക്ക് ഇതിനകത്ത് എന്താവണം നോക്കാം. ഇതിനകത്ത് 3 കാർഡുകളുണ്ട്. ഈ 3 കാർഡിന്റെ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ ഫ്ലാഗിന്റെ സാഫ്രോൺ, വൈറ്റ്, ഗ്രീൻ. ഈ 3 കളറും 3 കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, സാഫ്രോൺ അഹിംസയുടെ, വൈറ്റ് ട്രൂത്തിന്റെ, ഗ്രീൻ ലവിന്റെ. ഓക്കെ, സാർ ഇപ്പൊ മാത്രം ഇഷ്ടപ്പെട്ട ഒരു കളർ ജസ്റ്റ് ചൂസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു കളർ ചൂസ് ചെയ്യുക. ഒരു കളർ ഇപ്പൊ സാറിന് മനസ്സിലുണ്ട്. ഓക്കെ, ഓക്കെ, ഏത് കളറാണ് ചൂസ് ചെയ്യുന്നത് പറഞ്ഞു. സാഫ്രോൺ ആണ് ചൂസ് ചെയ്തത്. ഞാൻ നേരത്തെ സാഫ്രോൺ തന്നെ സാർ ചൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഉണ്ടെന്ന് സാർ വിശ്വസിച്ചു. നമുക്ക് നോക്കാം. ഞാൻ ഈ പൗച്ചിന്റെ ബാക്കില് ഇതൊന്ന് വായിക്കാം. You will definitely select this card. You are the follower of Ahimsa. അഹിംസയുടെ കളറായ സാഫ്രോൺ ആണ് സാർ. പ്ലീസ്. ആക്ച്വലി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ്.